എൻ്റെ പേര് മിനു. എൻ്റെ വീട് മലയാറ്റൂർ. ഇന്നെൻ്റെ പപ്പയും അമ്മയാണ്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2022 മാർച്ചിലാണ്. ഞാനിവിടെ വരാനുണ്ടായ കാരണം എൻ്റെ OET എക്സാം 2 പ്രാവശ്യം എഴുതിയിട്ട് അത് പാസ്സാവാണ്ട് വന്നതുകൊണ്ടാണ്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ വീണ്ടും ട്രൈ ചെയ്തു. പിന്നത്തെ സ്കോറുകളിൽ എനിക്ക് ന്യൂസിലൻഡിലോട്ട് പോകാനായിട്ട് സാധിച്ചു. മാതാവിൻ്റെ ഉടമ്പടി തൈലവും പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനങ്ങൾ കൂടുന്നതും കൊണ്ടാണ് ഞാൻ ഈ ഒരു സ്കോറിലോട്ട് വന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ എത്തുകയും അവിടെ പ്രാർത്ഥനയിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ അവിടെ ഉടമ്പടി ധ്യാനങ്ങൾ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഒരു ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ശുശ്രൂഷയ്ക്ക് കയറാനായിട്ട്. അങ്ങനെ 8 മാസത്തോളം ഞാൻ അവിടെ പാർട്ട് ടൈമായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് എൻ്റെ ന്യൂസിലൻഡിൻ്റെ വിസയുടെ പ്രോസസ്സിങ്ങിൽ ഒത്തിരി തടസ്സങ്ങൾ വന്നു. ആ തടസ്സങ്ങളും ഞാൻ മാതാവിൻ്റെ വിശുദ്ധ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ധ്യാനം കൂടുന്നതിൻ്റെ ഫലമായിട്ടും എനിക്ക് പെട്ടെന്നാവുകയും ഞാൻ ന്യൂസിലൻഡിലോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ലാസ്റ്റ് 1 year ആയിട്ട് ഞാൻ ന്യൂസിലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അവിടേക്ക് പോയതിന് ശേഷം നാട്ടിൽ പപ്പയ്ക്കും അമ്മയ്ക്കും ഒരു പനി വന്നു. പനി വന്നത് 2 പേർക്കും 2 സമയത്താണ് വന്നത്. പക്ഷേ പനി കൂടുകയും 2 പേരെ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് അമ്മച്ചിക്ക് ലെപ്റ്റോസ്പൈറോസിസ് ആണെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ പപ്പയ്ക്ക് ഏത് ഇൻഫെക്ഷനാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. 2 പേർക്കും ഒരേ ട്രീറ്റ്മെൻറ്റാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം 2 പേരുടെയും കണ്ടീഷൻസ് വേഴ്സ് ആവുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം അവരെ ആ ഹോസ്പിറ്റലുകാർ തന്നെ വേറൊരു ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ പപ്പയുടെ സാച്ചുറേഷൻ 80 താഴെയായി പോയായിരുന്നു. അമ്മച്ചിക്ക് ഹാർട്ട് റേറ്റ് 37 ആയി പോവുകയും ചെയ്തായിരുന്നു. അടുത്ത ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പപ്പയ്ക്ക് H1N1 ആണെന്ന് സ്ഥിരീകരിച്ചു. സാച്ചുറേഷൻ അത്രയും കുറവായതിൻ്റെ പേരിലും പപ്പയ്ക്ക് ഡയബറ്റിക്സ് പോലുള്ള കോർമോർബിഡിറ്റീസ് ഉള്ളതിൻ്റെ പേരിലും പപ്പേനെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതിനെ തുടർന്ന് അമ്മച്ചിയെ അപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്യുകയുണ്ടായി. കാരണം അമ്മച്ചിയുടെ ഹാർട്ട് റേറ്റ് 37 ആയി പോയായിരുന്നു. നോർമലി 60 തൊട്ട് 100 വരെയാണ് ഹാർട്ട് റേറ്റ് വേണ്ടത്. അതിനുശേഷം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. 2 പേരെയും ICUയിൽ അഡ്മിറ്റ് ചെയ്തു. ഞാൻ അപ്പോൾ ന്യൂസിലൻഡിലിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഉടമ്പടി ധ്യാനങ്ങൾ കൂടുകയും വിശുദ്ധ തൈലം ഉപയോഗിച്ച് എൻ്റെ ചെസ്റ്റിൽ ഇവർക്ക് വേണ്ടി ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പപ്പയ്ക്ക് സാച്ചുറേഷൻ കൂടി അത് 90-ലെത്തി. അമ്മച്ചിക്ക് പൾസ് റേറ്റ് കൂടി അത് 57-ലെത്തി. ഇപ്പോൾ 2 പേർക്കും നോർമലായിട്ടുള്ള എല്ലാ പാരാമീറ്റേഴ്സും എത്തി. 2 പേരെയും 1 മാസത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്തു. അതിനുശേഷം പപ്പയും പപ്പയുടെ ചേട്ടനും തമ്മിൽ ഉണ്ടായ ചെറിയ പ്രശ്നങ്ങളും ശത്രുതയൊക്കെ മാറുകയും അത് ഞാൻ ഉടമ്പടിയിൽ വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. ഇതിനെ തുടർന്ന് അത് മാറിക്കിട്ടി. 2 പേരും ഇപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ സൗഹൃദത്തിൽ ജീവിച്ചു പോരുന്നു. അതുകൂടാതെ ഞങ്ങൾ 2 വർഷമായിട്ട് ഞങ്ങളുടെ ഇരിക്കുന്ന വീടും സ്ഥലവും വിൽക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. വീട് സ്ഥലവും ചെറുതായതിൻ്റെ പേരിലും വഴിയില്ലാത്തതിൻ്റെ പേരിലും ഞങ്ങൾക്ക് അത് വിൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നില്ല. ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. ലാസ്റ്റ് 3 മാസത്തിനുള്ളിൽ അത് വിൽക്കാനായിട്ട് സാധിച്ചു. ഞാൻ നാട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ ഓൾഡ് ഏജ് ഹോംസ് വിസിറ്റ് ചെയ്യുകയും വസ്ത്രങ്ങളൊക്കെ കൊടുക്കുകയും അവരെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും ഞാൻ അത് തുടരും. ഞാൻ ഇനിയിപ്പോൾ 2 ദിവസം മുമ്പാണ് നാട്ടിലെത്തിയത്. എനിക്കിനിയും ഒത്തിരി ശുശ്രൂഷകൾ ചെയ്യാനായിട്ടാണ് ആഗ്രഹം. ഒത്തിരി കൃപകളും അനുഗ്രഹങ്ങളും മാതാവ് എനിക്ക് തന്നു. മാതാവിൻ്റെ കാശുരൂപവും ജപമാലയും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നു. മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാപ്പലിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, അമ്മയുടെ സാന്നിധ്യം എനിക്ക് വെളിപ്പെടുത്തി തരണം. എൻ്റെ പ്രാർത്ഥന നീ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാക്കി തരണമെന്ന്.
അപ്പോൾ മാതാവ് എനിക്ക് അപ്പോൾ തന്നെ അവിടെ ചാപ്പലിലിരുന്ന ഒരു ഫ്ലവർ വേസ് താഴെ വീണു. അങ്ങനെ ആ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് ഉറപ്പായി. അതിനെ തുടർന്ന് ഞാൻ എപ്പോഴും മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കൂടെ തന്നെ കൊണ്ട് നടക്കുമായിരുന്നു. ന്യൂസിലൻഡിലായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യത്തിനും ഒറ്റയ്ക്കായിരുന്നു. എല്ലായിടത്തും പോവുകയും എല്ലാ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് മാതാവിൻ്റെ സാന്നിധ്യത്തിലൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജോലിയുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളും തന്നെ ഞാൻ മാതാവിൻ്റെ കൂടെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും തന്ന മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഇവിടെ നിർത്തിയതിനെ ഓർത്ത് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു.